ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷൻ, ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണുക എന്ന് പറയില്ല. നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയോ അറിയുകയോ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇത് വല്ലാത്തൊരു തിരിച്ചറിവായി പോയി. ഇതൊരു പ്രത്യേകതരം അസുഖമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച ആളുകളാണ്, മദ്രസയിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ദേഷ്യമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളാരും മദ്രസയിൽ നിന്ന് ഇന്നേവരെ പഠിച്ചിട്ടില്ല, ഇപ്പോൾ പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അതെന്തോ ഒരു പ്രത്യേകതര അസുഖമാണ്. കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരേണ്ട ആവശ്യമുണ്ടോ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അയൽവാസിയോട് നന്മ ചെയ്യണം. ദേഷ്യം വരേണ്ട വല്ല ആവശ്യമുണ്ടോ? കളവ് പറയരുത്, മറ്റുള്ളവരെ ചതിക്കരുത്. ഇതൊക്കെയാണ് മദ്രസയിൽ ഇത് പഠിക്കുന്നത്. പുഞ്ചിരിയോടുകൂടെയാണ് മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യേണ്ടത്. ഹലാലായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. മദ്യപിക്കരുത്, ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കരുത്. ഇങ്ങനെ കണ്ട് ഓരോ കാര്യങ്ങളും മദ്രസയിൽ നിന്ന് പഠിപ്പിക്കണം. കൂട്ടത്തിൽ 5 നേരങ്ങളിൽ നമസ്കരിക്കണം, സാധുക്കളുടെ അവകാശമായ സക്കാത്ത് കൊടുക്കണം, റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം. ഇങ്ങനെ തുടങ്ങി വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലും, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുള്ളോ മാലിന്യമോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യൽ പോലും പുണ്യമാണ് എന്നിങ്ങനെയുള്ള കൊച്ചു കൊച്ചു നന്മകൾ മുതൽ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ വരെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ദേഷ്യം വരേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇത് വേറെ എന്തോ ഒരു അസുഖമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇത്തരക്കാർ പറയണെന്ത്, മദ്രസയിൽ ദേഷ്യം വരുത്തുന്ന, അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ദേഷ്യം വരുന്ന ചില കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള ചില സിലബസ് മദ്രസയിലുണ്ട്, അത് ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളോട് പറയണം. അതല്ലാതെ പുകമറ സൃഷ്ടിക്കുകയല്ല, തെറ്റിദ്ധരിപ്പിക്കുകയല്ല. ഇയാൾ ഏത് മദ്രസയിലാണ് പഠിച്ചത്? അതൊന്ന് പറഞ്ഞാട്ടെ, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഏത് മഹല്ലിലാണ് നിങ്ങൾ പഠിച്ചത്? ഏത് മഹലിന്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിച്ചത്? അവിടെ ദേഷ്യം വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കണമല്ലോ. നിങ്ങൾ മദ്രസയിൽ തന്നെയാണോ പഠിച്ചത്, അതല്ല വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചതാണോ എന്നൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഇതേപോലെ പുകമറ സൃഷ്ടിക്കുകയല്ല വേണ്ടത്. അതല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയട്ടെ. അതല്ലാതെ മദ്രസകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്ക് ഈ രൂപത്തിലുള്ള കളവുകൾ പറഞ്ഞ് സമൂഹത്തിൽ ഇങ്ങനെ സ്പർദ്ധയുണ്ടാക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ വെറുപ്പുൽപാദിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് ഇത്തരക്കാരോട് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.